ഹലോ മൈ ഗൈസ്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കണം. നമ്മളെല്ലാ സാധനവും ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണ്. പെട്ടി ആയിക്കോട്ടെ, ഷർട്ട് ആയിക്കോട്ടെ, എല്ലാ സാധനവും ഇവിടെ സെറ്റാണ്. അങ്ങനെ നമ്മൾ ഫാനും ഷർട്ടൊക്കെ മാറ്റിയാണ് നമ്മൾ പുറത്തേക്ക് പോവാണ്. നമ്മൾ വണ്ടി വന്നത് പുറത്ത്. അങ്ങനെ നമ്മൾ ചെങ്ങായിമാര് നമ്മൾ പെട്ടിയും കാര്യങ്ങളൊക്കെ വണ്ടി കയറ്റി തന്നു. അങ്ങനെ നമ്മളെല്ലാവരോടും സലാം പറഞ്ഞാണ്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ പോകണം. അപ്പോഴാണ് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാനാണേലോ ബാഗിൽ സ്പ്രേ വെച്ചിരുന്നു. അത് എനിക്കറിയില്ലായിരുന്നു ബാഗിൽ വെക്കാൻ പാടില്ല. അതാണേലോ അസറൻസിന്റെ സ്പ്രേ ആയിരുന്നു. അതാണ് പുറത്തേക്ക് എടുത്ത് കളയാനും പറ്റില്ല. അങ്ങനെ നമ്മൾ പെട്ടി പൊളിച്ചാണ്ട് നമ്മൾ പെട്ടിന്റെ ഉള്ളിൽ ഇട്ട് അങ്ങനെ നമ്മൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോവാണ്. അല്ലെങ്കിൽ കുറച്ച് നേരം വൈകി. പിന്നെ ഇതുമ്പാടായപ്പോൾ തിരക്കിലായി. പിന്നെ ആരെങ്കിലും ഒക്കെ ദുബായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഹാൻഡ് ബാഗിലൊന്നും ഇട്ട് വരാതൊക്കെ സ്പ്രേ പെട്ടിയിലാക്കിയാണ് പെട്ടെന്ന് പൂട്ടി വെക്കുക. അല്ലെങ്കിൽ ഇതേമാതിരത്തെ ഓരോ പണികൾ കിട്ടും. അങ്ങനെ നമ്മൾ അവരോട് സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ എയർപോർട്ടിന്റെ ഉള്ളിൽ കയറി. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ബോർഡിംഗ് പാസ് കിട്ടിയത്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടിയാണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ നമ്മളെല്ലാം വെയിറ്റ് ചെയ്തും കഴിഞ്ഞാണ്ട് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. അങ്ങനെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞപ്പോഴാണ് ഇയാളാണ് ഞാൻ എപ്പോൾ ഫോൺ എടുത്താലും ഇയാൾ ഇഞ്ച മുന്നിലാണ് വീഡിയോ എടുക്കരുത് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലൈറ്റ് എടുത്തു. നമ്മളെന്തായാലും ബുർജ് ഖലീഫിനോടൊക്കെ ബായ് ബായ് പറഞ്ഞാണ്ട് നമ്മൾ നേരെ പോരാണ്. അങ്ങനെ ഒന്നിറങ്ങി വെച്ചപ്പോഴേക്കും കോഫി എടുത്തു. അപ്പൊ നമുക്ക് നമുക്കൊരു കോഫി വാങ്ങി തന്നു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേമാതിരത്തെ ഒരു ഫോം കൊടുക്കുന്നത് നമ്മളാണേലോ അതൊക്കെ പൂരിപ്പിച്ചാണ് സിമ്പിൾ ആയിട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ എന്തായാലും ഒന്നിറങ്ങി നാട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാണ്ട് എല്ലാ പ്രോസസ്സും കഴിയാണ്ട് നമ്മൾ നേരെ ലഗേജ് എടുക്കാൻ പോരാണ്. അങ്ങനെ നമ്മൾ ലഗേജ് എടുത്താണ് നമ്മൾ നേരെ എയർപോർട്ടിന്റെ പുറത്തെത്തിക്കുന്നത്. അപ്പോഴാണ് താത്ത ആളിനെ നമ്മളെ കൊണ്ടുവരാൻ വന്നത്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ താത്ത. സെലിബ്രിറ്റി താത്തയാണ്. ഭയങ്കര കുറവാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ലഗേജ് എല്ലാം വണ്ടി കയറ്റിയാണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ചാണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.